രാഹുൽ, ഇതില് പ്ലാൻ എ ആയിരിക്കുമല്ലോ ഏറ്റവും ലളിതമായി സുഗമമായി ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഇതേ പൊക്കത്തിലുള്ള ഒരു ഹൈഡ്ര കൊണ്ടുവരിക. പക്ഷേ അത്തരത്തിലൊരു ഹൈഡ്ര അറേഞ്ച് ചെയ്യുക എന്നത് സാധ്യമാണോ? ഇത് പുതിയൊരു ആശയമായത് കാരണം തന്നെ സമാനമായ രീതിയിലുള്ള ഹൈഡ്ര അവൈലബിൾ ആണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇത് പുതിയൊരു സംവിധാനമായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ മുതൽ പറയുന്നതാണ്, ഇതില് സാധാരണ നിലയിൽ കണ്ടുവരുന്ന ഹൈഡ്രയല്ല. ഇതൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി, അതായത് ഹെവി ഡ്യൂട്ടി, അത്രയും വലുപ്പത്തിലുള്ള ഭാരം ഉയർത്താൻ കെൽപ്പുള്ള ഹൈഡ്രയാണ്. അതായത് ഏതെങ്കിലും വിധത്തിൽ ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഹൈഡ്രയാണ് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നത്. അത് അവിടെ നിന്ന് മാറ്റാൻ പെട്ടെന്ന് കഴിയുന്നതല്ല. അതുപോലെ തന്നെ അത് പെട്ടെന്ന് അതിന് തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതും പരിഹരിക്കാൻ കഴിയുന്നതല്ല. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായിട്ടും ഇത്രയും ഹൈറ്റിൽ ഉയർത്താൻ കഴിയുന്ന മറ്റൊരു ഹൈഡ്ര കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഇതിന് മുകളിലേക്ക് 150 അടി ഉയരത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഭയാനകമാണെന്ന്. അത് പൂർണ്ണമായിട്ടും ഉയർന്നിരിക്കുകയാണ്. അത് ഏതെങ്കിലും പകുതി ഉയരത്തിലല്ല അത് നിൽക്കുന്നത്, അത് പൂർണ്ണ തോതിൽ തന്നെ ഉയർത്തിയിരിക്കുകയാണ്. അതിന്റെ എല്ലാ പിസ്റ്റണുകളും തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഉയരത്തിലാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ അതിന്റെ ഹൈഡ്രോളിക് റിലീസിംഗ് സാധ്യമാവുകയുള്ളൂ. ഏതെങ്കിലും വിധത്തിൽ ഹൈഡ്രോളിക് റിലീസിംഗിൽ അപാകതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒരേ നിരയിൽ തന്നെ താഴേക്ക് പതിക്കും. അത് വലിയ അപകടം വിളിച്ചു വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടുകൂടി മാത്രം ആ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതാണ്. അത് ഹൈഡ്രോളിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെയാണ്. എന്തായാലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വലിയ തരത്തിൽ ആശങ്കയുണ്ടവർ ആ ഭയമുണ്ട്. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താഴെ നിൽക്കുന്ന ആളുകളോട് ഫോണിൽ വിളിച്ച് അത്തരം ഒരു ആശങ്ക അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ സമയം ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടു, അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റം തകരാറുകൊണ്ട് അന്തരീക്ഷത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭയം, അത് സ്വാഭാവികമായിട്ട് അവർക്കുണ്ട്. നിലവിലെന്തായാലും അവരെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട്. റോപ്പ് കെട്ടി അവരെ താഴേക്ക് ഇറക്കുക എന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മറ്റേതെങ്കിലും ഹൈഡ്ര കൊണ്ടുവന്ന് അവരെ അതിലേക്ക് മാറ്റി അതിലൂടെ താഴേക്ക് ഇറക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് ഇതിന്റെ തകരാറ് പരിഹരിക്കാനുള്ള ശ്രമവും ഊർജിതമായിട്ട് തന്നെ നോക്കുന്നു. രാഹുൽ, ഇതൊരു 150ഓളം അടി മുകളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാധാരണ എത്ര ഭയം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാലും അത്രയും അടി ഉയരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് എന്തായാലും ഭയം ജനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുമായുള്ള ഒരു ആശയവിനിമയം എങ്ങനെയാണ്? ആശയവിനിമയം ഫോണിലൂടെ സാധ്യമാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കുന്നൊന്നുമില്ല. കൃത്യമായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഏത് വിധത്തിലാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വേറെ പേടിക്കാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അവർക്ക് അവിടെ ഇല്ല. കൃത്യമായിട്ട് തന്നെ അവർക്ക് എന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം എന്നുള്ള കാര്യങ്ങളൊക്കെ മുതിർന്ന ആളുകൾക്ക് മനസ്സിലാകും. അതിനപ്പുറത്തേക്ക് അവർക്ക് പേടിയുണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്തായാലും ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നൊരു സംവിധാനം, അതിനെ മറ്റപകടങ്ങളില്ലാതെ ഈ തകരാറ് പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള വഴി. അതിന് ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ അതിന്റെ സ്വിച്ച് തകരാറിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു. അത് എന്ത് സ്വിച്ചാണ് തകരാറിൽ നിന്ന് നമുക്കറിയില്ല. അതിന്റെ സാങ്കേതികത്വവും നമുക്കറിയില്ല. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഏത് വിധത്തിലായിരിക്കും എന്നുള്ള കാര്യവും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പറഞ്ഞുള്ള അറിവ് മാത്രമാണ് നമുക്ക് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം പെട്ടെന്ന് അതിന്റെ റിലീസിംഗ് നടക്കുകയാണ് എങ്കിൽ ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം അപകടം ഉണ്ടാക്കും, അതിന് എത്രത്തോളം ആഘാതം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇതിൽ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇതിന്റെ മെക്കാനിക്കൽ രീതി അല്ലെങ്കിൽ ഈ മെക്കാനിക് പരമായിട്ടുള്ള കാര്യങ്ങൾ അത് കാലതാമസം എടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ മറ്റ് ക്രെയിൻ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണോ ഉചിതമായിട്ടുള്ള വഴി എന്നുള്ളത് ഉചിതമായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കരുതുന്നത്. അതിനുള്ള ശ്രമമാണ് എന്തായാലും ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തുന്നതുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.